ഇറാന്റെ പ്രധാന ആണവ നിലയമായ ഫോർദാൻ അടക്കം തകർക്കണമെങ്കിൽ അമേരിക്കയുടെ സഹായം വേണമെന്നിരിക്കെ ട്രംപിന്റെ ഉരുണ്ടുകളിയിൽ കട്ടക്കലിപ്പിലായിരിക്കുന്നു ബെഞ്ചമിൻ നെതന്യാഹു. 60 ദിവസത്തെ അന്ത്യശാസനമായിരുന്നു ട്രംപ് നൽകിയത്. ആ ചർച്ച എങ്ങും എത്താതെ വന്നപ്പോൾ 61-ാം പക്കം ഇറാനെ ആക്രമിപ്പിച്ചുകൊണ്ടായിരുന്നു തുടക്കം. എന്നാൽ ഈ ആക്രമണം നീണ്ടു പോവുകയാണ് എങ്കിൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇതിന്റെ ലക്ഷ്യം കാണാതെ നീണ്ടു പോവുകയും ചെയ്യും. ഈ വാരാന്ത്യത്തിൽ തന്നെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ മലക്കം പറഞ്ഞിരിക്കുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് പറയുന്നു. ഈ 2 ആഴ്ച എന്നൊരു സമയം ഒരു ദീർഘമായ സമയമാണെന്ന് ഇസ്രായേൽ നന്നായി തന്നെ തിരിച്ചറിയുന്നുണ്ട്. കാരണം ലോക രാജ്യങ്ങളെല്ലാം തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും ഇത് എങ്ങും എത്താതെ ഒരു വെടിനിർത്തലിലേക്ക് എത്തുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ പരസ്യമായി പറഞ്ഞത് അമേരിക്കയുടെ അനുമതിക്കായി ഇനി തങ്ങൾ കാത്തു നിൽക്കില്ല. ട്രംപിന് അവരുടെ രാജ്യം നന്നാക്കാനാണ് അവരുടെ താല്പര്യം. അമേരിക്കയ്ക്ക് നല്ലത് ചെയ്യാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെങ്കിൽ താൻ ഇസ്രായേലിന് നല്ലത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നുകൂടി നെതന്യാഹു പറയുന്നു. വരും ദിവസങ്ങളിൽ ശക്തമായ ആക്രമണം നടത്താനും ഇറാന്റെ ആണവ നിലയങ്ങൾ ഒറ്റയ്ക്ക് തകർക്കാനുമുള്ള ശേഷി തങ്ങൾക്കുണ്ട് എന്നുകൂടി ബെഞ്ചമിൻ നെതന്യാഹു പറയുമ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അന്തരീക്ഷത്തിൽ പടരുന്ന ചില വാർത്തകൾക്ക് അത് കരുത്തു പകരുകയാണ്. ട്രംപ് തൻ്റെ ഇരട്ടത്താപ്പിലേക്ക് നീങ്ങുന്നു എന്നാണ് പല മാധ്യമങ്ങളും മുൻപ് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ സ്വകാര്യമായ ബിസിനസ് താല്പര്യങ്ങളും മറ്റു താല്പര്യങ്ങളും കൂടി കണക്കിലെടുത്തിട്ടാണ് ഈ ഉരുണ്ടുകളി എന്നുള്ളതും. ഇല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു ഉത്തരവ് അദ്ദേഹത്തിന്റെ സെനറ്റിൽ പാസ്സാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവർക്ക് തന്നെ അതിൽ ചില എതിർപ്പുകൾ ഉണ്ട് എന്നുള്ള വാദവും ഉയർന്നു വരുന്നു. ഏതായാലും ട്രംപിന്റെ ഒരു മലക്കം മറിച്ചിൽ വീണ്ടും ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുമോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം. നമുക്കറിയാം, ഉക്രൈനെ വീണ്ടും റഷ്യയുടെ മുമ്പിലേക്ക് തള്ളിയിട്ട് കൊടുത്തത് ട്രംപ് ആയിരുന്നു. സിറിയയിൽ നിന്നും സൈനികരെ പിൻവലിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ പുതിയതായി കയറ്റിയ ഭരണാധികാരിയെയും ISIS മുമ്പിലേക്ക് നിർത്തി കൊടുത്തിരിക്കുകയാണ് ട്രംപ്. ഏതായാലും അമേരിക്കയെ നമ്പിക്കൊണ്ടല്ല ഇസ്രായേൽ ഈ ഒരു വാറിന് ഇറങ്ങുന്നതെന്ന് മുമ്പും ഇസ്രായേലും ബെഞ്ചമിൻ നെതന്യാഹുവും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.